all, welcome to Fab World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പച്ച കുരുമുളകൊക്കെ വെച്ച് നല്ല അയലയാണ് ഞാൻ ഫ്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊരു നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ. നമുക്കിനി നമ്മുടെ മീനിലേക്ക് ഇത് തേച്ച് കൊടുക്കാം. തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം മീനിലേക്ക്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ഗ്രീൻ പെപ്പർ മസാല അത് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമുക്ക്. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇതൊന്ന് വെക്കണം. ഫ്രൈ ചെയ്യണതിന് മുന്നേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമുക്കിനി ഇത് നന്നായിട്ട് ഒന്ന് പുരട്ടി വെക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഗ്രീൻ പെപ്പർ മസാല പിടിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. നിങ്ങൾക്ക് കൂടുതൽ വെക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. എനിക്കിപ്പോൾ അധികം സമയമില്ല, അത് കാരണം ഞാൻ ഒരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അരമണിക്കൂർ വെച്ചാൽ തന്നെ മതിയാവും. നമുക്ക് ഇതൊരു അരമണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാം. നമ്മുടെ മീനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഗ്യാസ് ഓൺ ആക്കുകയാണ്. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഗ്രീൻ പെപ്പർ മസാല ഏത് മീൻ യൂസ് ചെയ്താണേലും ഫ്രൈ ചെയ്യാം. നെയ്മീനോ മത്തിയോ ഏത് മീനാണോ എല്ലാത്തിലും നിങ്ങൾക്ക് ഈ ഗ്രീൻ പെപ്പർ മസാല ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ലോ ടു മീഡിയം ഹീറ്റിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീനൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇങ്ങനെ നമ്മുടെ മീൻ രണ്ട് സൈഡും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റാം. ഇങ്ങനെ നമ്മുടെ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ വ്യത്യസ്തമായ ഫിഷ് ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.